ഹായ് ഹലോ നമസ്കാരം. മിസൻ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് യൂട്യൂബ് ഒരു പണം കായ്ക്കുന്ന മരമാണോ? അതേ, മരമാണ്. ഒരുപാട് വഴികളിലൂടെ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മൾ കാണുന്ന ഒരുപാട് ചാനലുകളുണ്ട്. ആ ഒരുപാട് ചാനലിലും ഒരുപാട് രീതിയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് വഴികളുണ്ട്. പല വഴികൾ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിലൂടെ വരുമാനമുണ്ടാക്കാം. ഒന്നാമത്തേത് പരസ്യ വരുമാനം. ഗൂഗിൾ ആഡ്സൻസിലൂടെ നമുക്ക് യൂട്യൂബിൽ ഒരു ടാർഗറ്റ്, ഒരു ലെവല് 1000 സബ്സ്ക്രൈബേഴ്സ് പുതിയ നിയമം അനുസരിച്ച് 4000 വാച്ച് ടൈമിങ്ങുമായി കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ നിയമങ്ങളനുസരിച്ചാണ് നമ്മൾ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നതെങ്കിൽ ഗൂഗിൾ ആഡ്സൻസ് നമുക്ക് പരസ്യ വരുമാനത്തിനുള്ള വഴികൾ ഒരുക്കി തരുന്നു. അതിന് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബിൻ്റെ നിയമങ്ങളുമായിട്ട് നമ്മൾ സംബന്ധിച്ച് പോകുന്നുണ്ട് എങ്കിൽ നമുക്കത് ലഭിക്കുകയും പരസ്യ വരുമാനം ലഭിക്കുകയും ചെയ്യും നല്ല രീതിയിൽ. പിന്നീട് നമുക്ക് സ്പോൺസർഷിപ്പ്, അതായത് ഇപ്പോൾ ഞാൻ നല്ല വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ്, ഞാനല്ല മറ്റൊരാൾ നല്ല വീഡിയോകൾ ചെയ്യുന്നതാണ്, പെട്ടെന്ന് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് സ്പോൺസർഷിപ്പ്, ഒരു കമ്പനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റോ പല രീതിയിലുള്ള പല കാര്യങ്ങൾ ആ ഒരു വീഡിയോയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുമ്പോൾ ആ സ്പോൺസർഷിപ്പിന് നമുക്ക് ക്യാഷ് ലഭിക്കുന്നു. പിന്നീട് മറ്റ് എന്തെങ്കിലും ബിസിനസ് പരമായ കാര്യങ്ങൾ നമുക്ക് സെൽഫായിട്ടും അല്ലെങ്കിൽ മറ്റൊരാളുടെ ബിസിനസ്സിനെ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ അതിലൂടെ നമുക്ക് വരുമാനം ലഭിക്കുന്നു. ഇനി നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ഷോപ്പുകൾ നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പോ ഒക്കെ ആളുകളിലേക്ക് എത്തിക്കാം. അതുവഴി നമുക്ക് കമ്മീഷനോ അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഉള്ള വരുമാനം, അങ്ങനെ എല്ലാ രീതിയിലുള്ള വരുമാനങ്ങളും, അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ 3-4 രീതിയിലായി. അങ്ങനെ ഒരുപാട് ഇപ്പം ഞാൻ ഒരു പ്രൊഡക്റ്റ് പ്രൈവറ്റായിട്ട് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നു. ആ ഒരു പ്രൊഡക്റ്റ് ഇന്ന വ്യക്തിയുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് വഴി ചിലപ്പോൾ എനിക്ക് കമ്മീഷൻ ബേസിൽ എനിക്ക് പണം ലഭിക്കുന്നു. എത്ര ആൾക്കാർ അവരുമായി ബന്ധപ്പെടുന്നു, അവർക്ക് കച്ചവടം ഉണ്ടാകുന്നു, അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ വരുമാനം ലഭിക്കുന്നു. അങ്ങനെ ഒരുപാട് രീതിയിൽ യൂട്യൂബ് ഒരു വലിയ സ്ഥാനം വഹിക്കലോട് കൂടി എല്ലാത്തിനും ആദ്യവും അവസാനവും യൂട്യൂബ് വഴിയാണ് ഈ ഒരു വരുമാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരുപാട് രീതിയിൽ ഒരുപാട് തരത്തിൽ ഇപ്പോൾ ആപ്പുകൾ പരിചയപ്പെടുത്തുന്നു. ആപ്പുകളുടെ റെഫർ കോഡ് ഉപയോഗിച്ച് മറ്റൊരാൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വരുമാനം ലഭിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ആപ്ലിക്കേഷനുകൾ, അതുപോലെ ഹോട്ടലുകൾ, അതുപോലെ മറ്റ് പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നു. അതൊക്കെ കമ്മീഷൻ ബേസായിട്ടും മറ്റും നമുക്ക് വരുമാനം ലഭിക്കുന്ന യൂട്യൂബിലൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്ന് എനിക്ക് തോന്നുന്നു. ആ യൂട്യൂബിലൂടെ എത്തിക്കുന്നത് വഴി തന്നെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിലൂടെ നല്ല രീതിയിലുള്ള വരുമാനമുണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് നമുക്ക് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെബ്സൈറ്റിലെ ആൾക്കാർ സന്ദർശിക്കുന്നത് വഴി വരുമാനം ഉണ്ടാക്കുന്നു. ഇപ്പം നമുക്ക് M4 ടെക് എന്ന് പറയുന്ന മലയാള ഒരു ടെക്നിക്കൽ ചാനൽ എല്ലാവർക്കും പരിചയമുണ്ടാകും. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഒരുപാട് 10 മില്യണും 100 മില്യണൊക്കെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ല രീതിയിലുള്ള വരുമാനമുണ്ട്. നല്ല ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, അവരുടെ ഓരോ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മൾ കാണാൻ ശ്രമിക്കും. അവരുടെ മറ്റ് ആൾക്കാരുടെ സ്പോൺസർഷിപ്പ് കിട്ടാഞ്ഞിട്ടല്ല, അവർ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. അതായത് അവരുടെ ഒരു ചാനലിൻ്റെ ഒരു ശക്തിക്ക് വേണ്ടി മറ്റൊരാളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു സ്പോൺസർഷിപ്പ് ഇല്ലാതെ തന്നെ അവർക്ക് പോകണമെന്നുള്ള ഒരു നിർബന്ധം കൊണ്ട് തന്നെയാണ് ആ ഒരു ചാനലിൽ സ്പോൺസർഷിപ്പ് ഇല്ലാത്തത്. അതുകൂടാതെ ഒരുപാട് മ്യൂസിക്കുകളും മറ്റും കാര്യങ്ങളൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രീതികളിൽ ഒരുപാട് വഴികൾ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ നിന്നും പണമുണ്ടാക്കുന്ന രീതികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബ് ഒരു പണം കായ്ക്കുന്ന മരമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കല്ല, പഠിക്കുന്ന കുട്ടികൾ ആ ഒരു പഠനകാലത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അത് പഠിക്കാനോ ആസ്വദിക്കാനോ ഒന്നും കഴിയുകയില്ല.
അപ്പോൾ അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടായി മാറാത്ത രീതിയിൽ ഇപ്പോൾ ഇത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ യൂട്യൂബേഴ്സ്. എന്നെ ഇതിൻ്റെ മുമ്പ് ഒരു ചെറിയ ഒരു 12 വയസ്സോ അത്രയേ ഉള്ളൂ പരിചയപ്പെട്ടിരുന്നു, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി. അതാണ് ഞാൻ പറയാൻ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കുട്ടികളൊക്കെ എന്തായാലും വിദ്യാഭ്യാസം അത് വളരെ മസ്റ്റാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മിനിമം ഒരു ലൈസൻസ് ലഭിക്കണമെങ്കിൽ പോലും +2 നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വിദ്യാഭ്യാസത്തിന് അത് അഭ്യസിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് നല്ല രീതിയിൽ പഠിക്കാനും മാർക്ക് നേടാനും വിജയിക്കാനും ജോലി കണ്ടെത്താനൊക്കെ ശ്രമിക്കുക. പിന്നെ ഒരു ഹോബി ആയിട്ട് വേണമെങ്കിൽ കാണാം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ യൂട്യൂബിൽ 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ റെഡിയാക്കിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാത്തിരുന്നത് കൊണ്ട് കാര്യമില്ല. വീഡിയോകൾ ദിനം പ്രതി അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ യൂട്യൂബിൻ്റെ നിയമവുമായി പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ ഡെയിലി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ സമയമാകുമ്പോൾ നമുക്ക് ആഡ്സൻസ് ലഭിക്കുകയും പരസ്യ വരുമാനം ലഭിക്കുകയും ചെയ്യും. ഒരു 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂറും ഉണ്ടായതുകൊണ്ട് വരുമാനം വരില്ല. അതിനങ്ങോട്ട് അത് റെഡിയായതിന് ശേഷമുള്ള വ്യൂവേഴ്സ് സ്ഥിരമായിട്ട് നമുക്ക് ഓരോ വീഡിയോക്കും വ്യൂവേഴ്സ് വരണം. അതിനനുസരിച്ച് മാത്രമേ വരുമാനം ഉണ്ടാവുകയുള്ളൂ. അപ്പം ഈ യൂട്യൂബിൽ നിന്നും യൂട്യൂബ് ഒരു പണം കായ്ക്കുന്ന മരമാണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക, എഴുതി വിടുക. അതേത് ഭാഷയിലായാലും കുഴപ്പമില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.